കുമ്മനം കവല കഴിഞ്ഞ രണ്ടാമത്തെ കടയാ പരമൂള്ളയുടെ കട. ഓ, അവിടുത്തെ നെയ്യപ്പമാണ് നെയ്യപ്പം. നെയ്യപ്പം മാത്രമല്ല, നല്ല ഇടിവെട്ട് പൊറോട്ടയും മിന്നൽ ബീഫും. തനിക്ക് കട തെറ്റി. അതാ തോമസ് ഊട്ടിയുടെ കടയാ. ഓ, അവിടെ ഉണ്ട് തോമസ് ഊട്ടിയും പരമുള്ളി. എന്റെ പൊന്നച്ചോ, ഞാൻ ഈ ഭക്ഷണ കാര്യത്തിൽ ജാതി മതം ഒന്നും നോക്കാറില്ല. ഞാനും അങ്ങനെ തന്നെയാ. നീ പിന്നെ ഏത് കാര്യത്തിലാ നോക്കുന്നത്? നമസ്കാരം. നമസ്കാരം. ആഹാ, നീ എവിടെ ആയിരുന്നടാ? അല്ലേലും ഒരു ആവശ്യം വരുമ്പം ആളെ കിട്ടത്തില്ല. ജോയിച്ചാന് ആളെ മനസ്സിലായില്ലേ? അല്ലയോ, തിരുവല്ലയില് നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട് സോജപ്പൻ. സോജപ്പൻ എന്ത് ചെയ്യുന്നു? ഓ, ഞാനിങ്ങനെ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് പോന്നു. കാര്യം പത്തി തോറ്റതാണെങ്കിലും ആ ഒരു ഏനാഴിയൊന്നും ഇവനില്ല കേട്ടോ. കോട്ടയം സിറ്റിയിൽ വമ്പൻ ബിസിനസ് 3 എണ്ണമാ ഉള്ളത്. വേണ്ട മധുരം ഡയബറ്റിക്കാം. ഓ, സോജപ്പനെ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഐ റിമെമ്പർ ആന്തൂറിയത്തിന്റെ തൈയുമായിട്ട് ഒരിക്കൽ തിരുവല്ല വീട്ടിൽ വന്നിരുന്നു അല്ലേ? പണ്ട് ഒരിക്കലും. ആന്തൂറി എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൂവാണോ? വൃത്തിയായിട്ട് കാണിക്കുന്നു. അതെന്നെ അത്രയ്ക്ക് വൃത്തിയായിട്ട് പോവാന്നോ? ഇത് ഞാനും അച്ഛനും തമ്മിലൊരു ജനറൽ നോളജാ. സോജ, ഇതൊക്കെ ഉണ്ണിയാളിന്റെ റിലേറ്റീവ്സാ. ഓ, അത് അലക്സ് ഡോക്ടറാ. കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ കോളേജ് ചാർജ് എടുത്തു. 2 ദിവസമായി. ആദ്യം ഉണ്ണിയാളം വന്ന് ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇയാളുടെ ഇരട്ടപ്പേരായിരിക്കുമെന്ന്. അല്ലാതെ ഇവന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഡോക്ടറാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെ. സോജ, ഒന്നിങ്ങി വന്നേ. ഞാൻ കട്ടപ്പന വരെ ഒന്ന് പോയേക്കായിരുന്നു ടീച്ചറെ. ഒരു വസ്തു കച്ചവടം. ഹൈ റേഞ്ചിന്റെ വക്കത്തായോണ്ട് റേഞ്ചും കിട്ടിയില്ല. വിരുന്നുകാരക്കാരാ? എന്റെടാ, എല്ലാം എടുപിടിയുന്നായിരുന്നേ. ഉണ്ണിയാളിന്റെ റിലേറ്റീവ്സാ. പറഞ്ഞു വരുമ്പോ അറിയാവുന്നേ, പായിപ്പാട്ടെ മേരിയാന്റെ അയൽപക്കം. മാഞ്ഞുരാൻ കൊണ്ടുവന്ന ആലോചനയാ. പയ്യൻ ഇതുകൊട്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാ. നിന്നെ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. പിന്നെ ഞാൻ ജോയിച്ചാനെ വിളിച്ചു വരുത്തി. നീ അങ്ങോട്ട് ചെല്ലടാ. പെണ്ണ് ചമ്മി ഐസായി. ഞാൻ വരാവേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരാടോ ബർത്ത്ഡേ? ആരുടെ അല്ല, 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടും പാടി മെഴുകുതിരി ഊതിക്കെടുത്തുന്ന എന്റെ ഒരു രീതിയാണ്. മാഞ്ഞൂരാനെ താൻ മെഴുകുതിരി ഊതിക്കെടുത്തിക്കോ, പക്ഷെ ഒരു ജീവിതം ഊതിക്കെടുത്തരുത്. ഞാൻ ആരുടെ ജീവിതമാണ് ഊതിക്കെടുത്തത്? നമ്മൾ തമ്മിൽ കച്ചവടപരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അല്ല സോയിപ്പാ, അതിപ്പോ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രശ്നമില്ലേ? സൗത്ത് ആഫ്രിക്കയും ജപ്പാനും തമ്മിൽ പ്രശ്നമില്ലേ? കറക്റ്റ്. എന്ന് കരുതി ശ്രീലങ്ക കല്യാണം കഴിക്കാൻ മനക്കണക്ക് കൂട്ടിയിരിക്കുന്ന ഒരു പെണ്ണിനെ അമേരിക്ക ഒരു കല്യാണ ആലോചനയായിട്ട് ചെന്ന് കാണുകയെന്ന് പറഞ്ഞ കുനിച്ചു നിർത്തി അമേരിക്കയുടെ കവക്കു പിടിച്ച് കലക്കണം. അമേരിക്കയുടെ പ്രായക്കാട്ടെ തങ്കൻ ജോർജിന്റെ മകൾ കൊച്ചുറാണി സെബാസ്റ്റ്യൻ എന്റെ പെണ്ണ. അവളെ ഞാൻ കെട്ടും. അവളെ വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എന്നതാ കർത്താവേ, നീ പറഞ്ഞ സത്യമാണോ? 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം കുത്തിയിട്ടും കേറി പറ്റാൻ കഴിയാത്ത നിന്നെ 10ാം ക്ലാസ്സിൽ 3ാം റാങ്ക് മേടിച്ച പെണ്ണ് പ്രേമിക്കുന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മങ്ങിണി മരത്തലയ മാമ. അല്ല വേണ്ട മാഞ്ഞൂരാൻ, താൻ കേട്ടിട്ടില്ലേ പ്രേമത്തിന് കണ്ണില്ല പ്രായമില്ല എന്നൊക്കെ? പക്ഷെ പ്രേമത്തിന് വിദ്യാഭ്യാസമില്ലാതെ കേൾക്കുന്നത് ഇപ്പോഴാ. എന്നാ താൻ കേട്ടോ. ഹലോ. ആ എടി അരപ്പേ, ഞാൻ നിന്റെ കാർന്നൊരു മാഞ്ഞൂരാൻ്റെ കൂടെ ഇരിക്കുക. നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വിശ്വാസം വരുന്നില്ലടി. അതെന്നാന്നേ? അത് നീ തന്നെ ചോദിക്ക്. ഹലോ, ഞാനാ മരുമോളെ, ഇതിന്റെ കാർന്നോ. നേരാന്നോടി ഇവൻ പറയുന്നത്? നിങ്ങൾ തമ്മിൽ പ്രേമത്തില? പിന്നല്ലാണ്ട്. എന്നതാടി കൊച്ച ഞാനീ കേൾക്കുന്നത്? ചില പെൺപിള്ളേർ പറയും എൻ്റെ ഭർത്താവ് ഡോക്ടറായിരിക്കണം, ചില പെൺപിള്ളേർ പറയും എൻ്റെ ഭർത്താവ് എഞ്ചിനീയർ ആയിരിക്കണം,
പക്ഷെ എൻ്റെ ഭർത്താവ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ചെറ്റായിരിക്കണമെന്ന് പറയുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ടാ. അതെ മാഞ്ഞൂരനങ്ങളെ, എന്റെ കുഞ്ഞുനാൾ മുതലുള്ള ഒരു ആഗ്രഹമാണ് അങ്കിളിനെ പോലത്തെ ഒരാളിനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന്. എൻ്റെ പിതാവേ, എന്നാലും എൻ്റെ പിതാവേ, ഇതാ പറയുന്ന ഇക്കാലത്ത് വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അല്ല, തങ്കമ്മയ്ക്ക് ഇതറിയാവോ? ഇല്ല, അതല്ലേ രസം. പക്ഷെ തങ്കമ്മ ടീച്ചർ അറിഞ്ഞാ ഞെട്ടും. അതെന്നാ? പേടിച്ച് ഞെട്ടുമെന്ന്. അല്ലെങ്കിൽ ടീച്ചർ പലപ്പോഴും പറയാറുണ്ട് സോജപ്പനെ പോലൊരു മരുമോനെ കിട്ടണമെന്ന്. അറിയാവോ? അതെന്നാ? അവരമ്മയും മോളും അത്രയ്ക്ക് വൈരാഗ്യത്തില? ഇപ്പൊ മാഞ്ഞൂരാൻ എന്നാ വേണമെന്നാ സോജപ്പൻ പറയുന്നേ? മാഞ്ഞൂര എനിക്ക് വേണ്ടി ഒരു മാമയാകണം. മാമെന്ന് വെച്ചാ ഐ മീൻ മാമൻ, അങ്കിൾ. ഒരു അങ്കിളിന്റെ സ്ഥാനത്ത് നിന്ന് എന്റെയും കൊച്ചുറാണിയുടെയും കാര്യം ടീച്ചറോട് സംസാരിക്കണം. എന്നാൽ ഇടാവേ, ആ പായിപ്പാട്ടുകാരൻ പയ്യൻ ഡോക്ടർ തങ്കമ്മയ്ക്ക് ദത്ത് നിൽക്കാൻ തയ്യാറായിട്ടാണ് വന്നത്. ദത്ത് നിൽക്കാനെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായോ? എടാ, അവൻ കുറ്റിയും പിഴുത് ഇവിടെ തങ്കമ്മയോടും രാധാമണിയോടും, അതെ, കൊച്ചുറാണിയോടൊപ്പം കഴിയാൻ തയ്യാറാണെന്ന്. നീ തയ്യാറാവോ? അതിപ്പോ എനിക്ക് അമ്മച്ചിയോട് ചോദിക്കണം. അങ്കിളിന് അറിയാലോ, ചെറിനെ കൂടെ കെട്ടിച്ചാച്ചാ പിന്നെ എന്റെ വീട്ടിലും വെച്ച് വളമ്പോ ആരെങ്കിലും ഒക്കെ വേണ്ടേ? എടാ, പെൺകുട്ടിയെ കൊണ്ട് വീട് പണി ചെയ്യിക്കുന്നു പറഞ്ഞാൽ നിന്നെ സ്ത്രീ പീഡനത്തിൽ തട്ടി അകത്താക്കും. കാലം അതാ. ഇതാണ് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പം. അങ്കിൾ, എന്റെ കാര്യം അങ്കിൾ ടീച്ചറോട് എന്ന് സംസാരിക്കും? ഇന്നോ? അല്ല, നാളെ. നാളെ എന്നൊരു ദിവസം ഉണ്ട്, ഞാൻ പോയി സംസാരിച്ചില്ല. ഫോൺ ഞാൻ കാശ് കൊടുത്തു. ഞാൻ കാശ് കൊടുക്കാൻ കിട്ടൂല. ഹലോ, എന്നതാടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. എല്ലാം മൂളി കേട്ടിട്ട് എന്നോട് ഇറയത്തിരിക്കാൻ പറഞ്ഞു. ഞാനാ ഇരിപ്പ് തുടങ്ങിയിട്ട് 10-15 മിനിറ്റായി. കൊച്ചുറാണി അവിടെ ഉണ്ടോ? ഇല്ല, കോളേജിൽ നിന്ന് വന്നിട്ടില്ല. എടാ എന്നതാ എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നെ പറഞ്ഞുങ്ങളെ, ഞാനിവിടെ ഉണ്ടാവും. ഒരു സസ്പെൻസ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഇത് സോജപ്പന്റെ കൈ കൊടുത്താൽ മതി. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ശരി. ശരിയല്ല. പിന്നെ വിളിക്കണം. എന്തായി? എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പ്രേമിക്കുന്ന പെൺപിള്ളേര് പ്രേമലേഖനം എഴുതുന്നത് കേട്ടിട്ടുണ്ട്. ഇത് പെൺകൊച്ചിന്റെ അമ്മ എഴുതുക എന്ന് പറഞ്ഞ എന്നാ പറയാൻ? നമ്മളെ ക്ലീൻ മാമയാക്കി. പറയാനുള്ള അതിൽ എഴുതിയിട്ടുണ്ട്. വായിച്ച് കോൾമയറുള്ള. സോജപ്പൻ എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിച്ച് എല്ലാത്തിനും നന്ദി. ദയവായി എന്നെയോ എൻ്റെ മോളെയോ ഇനി കാണരുത്, സംസാരിക്കരുത്, വീട്ടിൽ വരരുത്. ആരും ഇവിടെ ഒളിച്ചോടാനൊന്നും പോകുന്നില്ല. എൻ്റെ ഇഷ്ടങ്ങളും ടേസ്റ്റും ഒക്കെ മമ്മ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. മമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്ന പിന്നെ എന്തിനാ ഈ വീട്ടിൽ സോജപ്പിന് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തേ? LKG മുതൽ ഞങ്ങളെ ഒരുമിച്ച് പഠിപ്പിച്ചെന്തിനാ? ഗ്രാജുവേഷൻ കാണത്തില്ല, വലിയ പത്രാസുള്ള ജോലിയും കാണത്തില്ല, പക്ഷേ എന്നെ പട്ടിണി കിടത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലേ തന്നെ ഇതൊക്കെ നോക്കിയിട്ടാണോ മനുഷ്യന്മാരെ തമ്മിൽ സ്നേഹിക്കുകയോ അടുക്കുകയൊക്കെ ചെയ്യുന്നേ? ആണോ മമ്മ?
കൊച്ചു മിണ്ടരുത്. മിണ്ടരുത് ഇവിടെ.